ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട ആചാര്യശ്രേഷ്ഠൻ, പ്രിയ ജഡ്ജസ്, അധ്യാപകരെ, മാതാപിതാക്കന്മാരെ, പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാനായി ലഭിച്ചിരിക്കുന്ന പ്രസംഗ വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന തിരുവചന ഭാഗമാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരവും രക്തവും നൽകി നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി തീരുമെന്ന് വെളിപ്പെടുത്തുന്ന വചനമാണിത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൂദാശയാണ് വിശുദ്ധ കുർബാന. അതിനാലാണ് വിശുദ്ധ കുർബാനയെ നാം കൂദാശകളുടെ രാത്രി എന്ന് വിളിക്കുന്നത്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം ആളുകളുടെ വിശപ്പ് മാറ്റിയതിലൂടെ ലോകത്തിന്റെ വിശപ്പ് അകറ്റാൻ ഭൗതികമായ ഭക്ഷണം ആവശ്യമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിത്യജീവനെ നൽകുന്ന അപ്പം താൻ തന്നെയാണെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. 6-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും. ഇതിലൂടെ ഭൗതിക ജീവിതത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് ആത്മീയ ജീവിതം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണമാണ് ജീവന്റെ അപ്പമായ യേശുക്രിസ്തു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് 6-ാം അധ്യായത്തിന്റെ 56-ാം വാക്യത്തിൽ പറയുന്നു. ഇതിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ യേശുക്രിസ്തുവിന്റെ തീർച്ചയായ രക്തങ്ങൾ നൽകപ്പെടുന്നു. ഈ തീർച്ചയായ രക്തങ്ങൾ അനുഭവിക്കുന്നത് വഴി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരികയും നാം ഓരോരുത്തരും ക്രിസ്തുവിലായി തീരുകയും ചെയ്യുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന വചനത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന. പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവ് കാൽവരിയുടെ മുകളിൽ ക്രൂശിൽ പണിഞ്ഞ് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അയക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും ജീവനുള്ള യേശുക്രിസ്തുവിനെയാണ് നാം ഉൾക്കൊള്ളുന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഏറെ സങ്കടകരമായ ഒരു വസ്തുതയാണ് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ അതിനുവേണ്ട ഒരുക്കമില്ലാതെ അതിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന അനേകർ ഈ കാലത്ത് ഉണ്ട് എന്നുള്ളത്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുക്കത്തോടെ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുവാനും അതിലൂടെ ക്രിസ്തു നമ്മിലും നാം അവനിൽ വസിക്കുന്ന നല്ല മക്കളായി ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നമസ്കാരം. ദൈവത്തിന് സ്തോത്രം.